അപൂർവ ജാതകം. രചന മാർത്ത മറിയം. അവതരണം ജംസി. ഏത് ഫ്രണ്ട്? ആർദ്ര സംശയത്തോടെ ചോദിച്ചു. ആളെ താൻ അറിയും, തീർത്ത എന്നാ പേര്. തിരിഞ്ഞ് അവളെ നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞപ്പോൾ അരുതാത്തതെന്തോ കേട്ടതുപോലെ ആർദ്രയുടെ മുഖം വിളറി വെളുത്തു. ആർദ്രയുടെ മുഖത്തെ ആ ഭാവമാറ്റം കണ്ട് മാധവ് മനസ്സാൽ ചിരിച്ചു. തീർത്തയോ? താൻ കേട്ടതിൻ്റെ പ്രശ്നമാണോ എന്നറിയാനായി തീർത്ത വീണ്ടും ചോദിച്ചു. തീർത്തയല്ല, തീർത്ത, അവൻ പറഞ്ഞു. ആർദ്ര എന്ത് ചെയ്യണമെന്നോ എന്ത് പറയണമെന്നോ അറിയാതെ 2 നിമിഷം നിശ്ചലമായി നിന്നുപോയി. ഞാനൊന്ന് കിടക്കട്ടെ, വല്ലാത്ത ക്ഷീണം. മാധവ് ബട്ടൺസ് അഴിച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു. അവൾ എന്താ പറഞ്ഞത്? ആദ്യത്തെ പകപ്പ് മാറിക്കഴിഞ്ഞപ്പോൾ ആർദ്രയുടെ മുഖത്ത് ടെൻഷൻ നിറഞ്ഞു. മാധവ് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നവൾ പേടിച്ചു. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. ഇപ്പോൾ എനിക്ക് നല്ല ഉറക്കം വരുന്നു. കോട്ടുവായി ഇട്ടുകൊണ്ട് അവൻ ബെഡിലേക്ക് കിടന്നു. അതിനിടയിൽ വിവരണമായിരിക്കുന്ന ആർദ്രയുടെ മുഖം അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ നല്ല ടെൻഷനിലാണെന്ന് അവന് മനസ്സിലായി. ഈ രാത്രി അവൾക്കിനി ഉറങ്ങാൻ കഴിയരുത്. അതാണ് താൻ അവൾക്ക് നൽകുന്ന ആദ്യത്തെ ശിക്ഷ. അവൻ്റെ മുഖവും മനസ്സും ഒരുപോലെ കടുത്തു. മാധവുമെല്ലെ കണ്ണുകൾ അടച്ചു. ആർദ്ര എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണുകൾ അടച്ച് കിടക്കുന്ന മാധവനെ നോക്കി. കള്ളങ്ങൾ കൊണ്ട് താൻ പടുത്തുയർത്തിയ ജീവിതം ഇന്നുകൊണ്ട് ശിഥിലമായി പോകുകയാണെന്ന് അവൾക്ക് തോന്നി. മാധവ് ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അവൾ പതിയെ റൂമിൽ നിന്നും ഇറങ്ങി താഴെ പാർവതിയുടെ റൂമിലേക്ക് ചെന്നു. അപ്പോഴേക്കും പാർവതി ഉറക്കം പിടിച്ചിരുന്നുവെങ്കിലും അവൾ വാതിൽ തട്ടി അവരെ ഉണർത്തി. എന്താ മോളെ? ഉറക്കം പാതിയിൽ മുറിഞ്ഞ ദേഷ്യം മുഖത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് പാർവതി ചോദിച്ചു. ആൻറ്റി, മാധവേട്ടൻ വന്നു. അകത്തേക്ക് കയറിക്കൊണ്ട് അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. അതിനെന്താ? കണ്ണ് തിരുമ്മിക്കൊണ്ട് പാർവതി ചോദിച്ചു. മാധവേട്ടൻ ഇത്ര നേരം അവളുടെ കൂടെയായിരുന്നു, ആ തീർത്ഥയുടെ കൂടെ. വെറുപ്പോടെയാണ് ആർദ്ര ആ പേര് പറയുന്നത്. എന്ത്? പാർവതി ഞെട്ടിപ്പോയി. അവരുടെ ഉറക്കമെല്ലാം ഏത് വഴിക്ക് പോയെന്ന് അവൾക്ക് പോലും അറിയില്ല. അത് മാധവേട്ടൻ ഇത്ര നേരം അവളുടെ കൂടെയായിരുന്നെന്ന്. ആർദ്ര പരവേശത്തിൽ വാതിൽ ചാരി നിന്നു. അത് മോളെങ്ങനെ അറിഞ്ഞു? അവൻ പറഞ്ഞോ? പാർവതിക്ക് തൻ്റെ തല കറങ്ങുന്നത് പോലെ തോന്നി. അവൾ എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നാളെ രാവിലെ പറയാമെന്നാണ് മാധവേട്ടൻ പറഞ്ഞത്. എനിക്കാകെ പേടിയാകുന്ന ആൻറ്റി. അവളുടെ ശരീരം പൂക്കുല പോലെ വിറച്ച് വാക്കുകൾ ഇടറി തുടങ്ങി. മോള് ഒന്നുകൊണ്ടും പേടിക്കണ്ട. അവൾ പറഞ്ഞാൽ എത്രത്തോളം പറയുമെന്നൊക്കെ എനിക്കറിയാം. അതിനുള്ള വഴിയെല്ലാം എൻ്റെ കയ്യിലുണ്ട്. മോള് പോയി സമാധാനമായി കിടന്നുറങ്ങ്. നാളത്തെ കാര്യം നമുക്ക് നാളെ നോക്കാം. അവളെ സമാധാനിപ്പിക്കാനായി പാർവതി പറഞ്ഞു. എന്നാൽ ആ വാക്കുകളിലൊന്നും യാതൊരുവിധ സമാധാനവും കണ്ടെത്താൻ ആർദ്രയ്ക്കായില്ല. മാധവ് എന്തൊക്കെയോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന് അവൻ്റെ വാക്കുകളിൽ നിന്നും അവൾ മനസ്സിലാക്കിയിരുന്നു. ആൻറ്റി വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നത് മാധവേട്ടനോട് എല്ലാം തുറന്ന് പറഞ്ഞിട്ടുണ്ടാകുമെന്നാണ്, ഞങ്ങളുടെ കല്യാണം വരെ. പിന്നെ അതുമാത്രമല്ലല്ലോ, കഴിഞ്ഞ പ്രാവശ്യം അവളെ കാണാൻ പോയത് ഒരു വയറും വെച്ചുകൊണ്ടല്ലേ. ആ കാര്യം മാധവേട്ടനോട് പറഞ്ഞാൽ ഭഗവാനെ, എനിക്കതൊന്നും ആലോചിക്കാൻ പോലും ആകുന്നില്ല. ആർദ്ര ടെൻഷൻ സഹിക്കാൻ വയ്യാതെ സ്വന്തം നെറ്റിയൊഴിഞ്ഞു. അതൊക്കെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് സോൾവ് ചെയ്യാം. അല്ലാതെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും നിന്നെ അവൻ ഇവിടെ നിന്നും ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. അവൻ്റെ ഭാര്യയായി നീ ഈ മേലേടത്ത് തന്നെ ഉണ്ടാകും. അത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. മേലേടത്തെ പാർവതി തരുന്ന വാക്ക്. പാർവതി അവളുടെ നെറുകിയിൽ തഴുകി. ആ വാക്കുകളിൽ കുറച്ച് ആശ്വാസം ആർദ്രയ്ക്ക് തോന്നി. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ അവൾ റൂമിൽ നിന്നും ഇറങ്ങി തൻ്റെ മുറിയിലേക്ക് നടന്നു. അപ്പോഴേക്കും മാധവ് നല്ല ഉറക്കം പിടിച്ചിരുന്നു. അവനരികിൽ കിടക്കുമ്പോൾ ആർദ്രയുടെ മനസ്സ് ആദിയാൽ പുകഞ്ഞുകൊണ്ടിരുന്നു. നാളെ പറയാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചോർത്ത് ആ രാത്രിയിലെ ഉറക്കം അവൾക്ക് നഷ്ടമായി. ഡി, നിന്റെ എക്സിൻ്റെ പേര് മാധവ് എന്നാണല്ലേ? വൈകുന്നേരം അമൃതയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് അമൃത അത് ചോദിച്ചത്. അത് കേട്ടപ്പോൾ തീർത്ത ആശ്ചര്യത്തോടെ അവളെ നോക്കി. മുറ്റത്ത് പുതുതായി നട്ടിരിക്കുന്ന ചെടിയിൽ വെള്ളം ഒഴിക്കുകയായിരുന്നു ഇരുവരും. അതെ. നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ അന്ന് ആ പേര് പറഞ്ഞിരുന്നു, തീർത്ത ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് നീ പേര് പറഞ്ഞോ ഇല്ലയോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ പേര് പറഞ്ഞു തന്നത് ശിവുവാണ്. നിങ്ങൾ ഇന്നലെ ചായ കുടിക്കാൻ ഏതോ കടയിലൊക്കെ പോയല്ലേ? പറഞ്ഞില്ല, കള്ളി. തമാശയ്ക്ക് അവളുടെ കവളിൽ കുത്തിക്കൊണ്ട് അമൃത പറഞ്ഞു. പൊടി. തീർത്ത അവളുടെ കയ്യിൽ തട്ടി. എനിക്ക് തോന്നുന്നത് പുള്ളി വീണ്ടും പാച്ചപ്പ് ആവാൻ വരുന്നതാണെന്നാണ്. അമൃത കണ്ണ് ചിമ്മിക്കൊണ്ട് അവളെ നോക്കി. നീയൊന്ന് പോയേ.
ആ വിഷയം കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തീർത്ത പൈപ്പ് ഓഫാക്കാനായി അവിടെ നിന്നും നീങ്ങി. എന്നാൽ അമൃത വിടാതെ അവളെ പിന്തുടർന്നു. "ഡി, പുള്ളി വീണ്ടും നിന്നെ പ്രപ്പോസ് ചെയ്താൽ എന്തായിരിക്കും മറുപടി?" അമൃത ചോദിച്ചു. അവളുടെ ആ ചോദ്യം തീർത്തയ്ക്ക് അസ്വസ്ഥതയാണ് നൽകിയത്. "മാധവേട്ടൻ്റെ വിവാഹം കഴിഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞില്ലേ?" കുറച്ച് കടുപ്പിച്ചാണ് അവൾ ചോദിച്ചത്. "അതിനിപ്പോൾ എന്താ പ്രശ്നം? ഡിവോഴ്സ് ആയാൽ പോരെ?" "എനിക്ക് തോന്നുന്നത് പുള്ളി പ്ലാൻ ചെയ്യുന്നതും അതാണെന്നാണ്. അല്ലെങ്കിൽ പിന്നെ കൂടെ കൂടെ നിന്നെ കാണാൻ വരുന്നത് എന്തിനാണ്?" അവിടെ ചാരി നിന്നുകൊണ്ട് അമൃത ചോദിച്ചു. "അമൃത, എനിക്ക് ഈ കാര്യം സംസാരിക്കാൻ താല്പര്യമില്ല." അതും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞ് ഫ്രണ്ടിലേക്ക് തന്നെ നടന്നു. അവൾ വീടിൻ്റെ ഉമ്മറത്തെത്തിയപ്പോഴാണ് ഗേറ്റിൽ ഒരു കാറ് വന്ന് നിന്നത്. അപ്പുറത്തെയോ ഇപ്പുറത്തെയോ വീട്ടിലേക്കുള്ള ആരെങ്കിലും ആയിരിക്കുമെന്ന് കരുതി അത് ശ്രദ്ധിക്കാതെ അവൾ കാലുകൾ കഴുകി അകത്തേക്ക് കയറി. "തീർത്ത!" പെട്ടെന്നാണ് പിറകിൽ നിന്നും അവൾക്ക് ഏറെ പരിചയമുള്ള സ്വരം കേട്ടത്. ആരാണെന്ന് ആലോചിച്ചുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി. ഗേറ്റിൽ നിൽക്കുന്ന പാർവതിയെ കണ്ട് അവൾ ഒരു നിമിഷം അന്തിച്ചുപോയി. ഈ വരവ് അവൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. എങ്കിലും തനിക്ക് ഉപദ്രവങ്ങൾ മാത്രം നൽകിയിട്ടുള്ള, തൻ്റെ മനസ്സിനെ ഓരോ നിമിഷവും കീറി മുറിച്ചിട്ടുള്ള ആ സ്ത്രീയെ വീണ്ടും കണ്ടപ്പോൾ അവൾക്ക് മാനസികമായി വല്ലാത്ത പിരിമുറുക്കം അനുഭവപ്പെട്ടു. വല്ലാത്തൊരു പരിഭ്രാന്തിയും. ഗേറ്റ് തുറന്ന് പാർവതി മുറ്റത്തേക്ക് കയറി. അപ്പോഴേക്കും അമൃതയും അങ്ങോട്ടേക്ക് വന്നു. അത് ആരാണെന്ന മട്ടിൽ അവൾ തീർത്തയെ നോക്കി. എന്നാൽ തീർത്ത പാർവതിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. ദേഷ്യം കൊണ്ട് അവരുടെ മുഖം മുറുകിയിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. "അപ്പോൾ മാധവേട്ടനെല്ലാം വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാകും ഈ വരവ്," തീർത്ത മനസ്സിൽ പറഞ്ഞു. "നിൽക്ക്!" സ്റ്റെപ്പിലേക്ക് കയറാൻ തുടങ്ങിയ പാർവതിയെ അവൾ തടഞ്ഞു. പാർവതി വല്ലായ്മയോടെ അവളെ നോക്കി. "എന്താ കാര്യം?" ഗൗരവത്തിൽ അവൾ ചോദിച്ചു. "എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്." മുറ്റത്ത് നിൽക്കുന്ന അമൃതയെ ഒന്ന് നോക്കിക്കൊണ്ട് പാർവതി പറഞ്ഞു. "എന്താണെങ്കിലും അവിടെ നിന്ന് പറഞ്ഞാൽ മതി." തന്നോട് ചെയ്ത ഓരോ കാര്യങ്ങളും മനസ്സിൽ തികട്ടി വന്നപ്പോൾ അവൾക്ക് എന്തെന്നില്ലാത്ത വെറുപ്പ് ആ സ്ത്രീയോട് തോന്നി. "തീർത്ത, കുറച്ച് പേഴ്സണൽ കാര്യങ്ങളാണ്. അതെങ്ങനെയാ ഇവിടെ നിന്നും പറയുന്നത്?" അവരുടെ ശബ്ദം നിർത്തു. "ഓക്കെ, കയറിയിരിക്കെ." അതും പറഞ്ഞുകൊണ്ട് അവൾ കുറച്ച് നീങ്ങി നിന്നു. അപമാനത്തിൽ കുനിഞ്ഞ ശിരസോടെ പാർവതി സിറ്റൗട്ടിലേക്ക് കയറി. ഒരിക്കലും ഇങ്ങനെയൊരു നിമിഷം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് കരുതിയതല്ല. മനസ്സിലെ ഉണങ്ങാത്ത മുറിവുകൾ ആരോ നനുത്ത തൂവൽ കൊണ്ടൊഴിയുന്നത് പോലെ ഒരു സുഖം അവൾക്ക് അനുഭവപ്പെട്ടു. "ആരാടി?" അമൃത കണ്ണുകൊണ്ട് തീർത്തയോട് ചോദിച്ചു. "പറയാം, നീ പൊയ്ക്കോ." തീർത്ത അവൾക്ക് അരികിലേക്ക് നീങ്ങിച്ചെന്നുകൊണ്ട് ശബ്ദം താഴ്ത്തി പറഞ്ഞു. പാർവതിയെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അമൃത തൻ്റെ വീട്ടിലേക്ക് നടന്നു. "ഇരിക്കെ." മുൻപിലെ കസേര ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തീർത്ത പറഞ്ഞു. വല്ലായ്മയോടെ പാർവതി അതിലമർന്നപ്പോൾ അവൾ എതിരെയുള്ള കസേരയിലിരുന്നു. "എന്താ കാര്യം?" ഗൗരവത്തിൽ അല്പം ഖനിപ്പിച്ചു അവൾ ചോദിച്ചു. "നീ മാധവനോട് എന്താ പറഞ്ഞത്?" തീർത്തയ്ക്ക് മുന്നിൽ അങ്ങനെ വന്നിരിക്കേണ്ടി വരുന്ന ആ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് പാർവതി കരുതിയതല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ശബ്ദത്തിലും വാക്കുകളിലും ഇടർച്ച വന്നു. "അത് മോനോട് തന്നെ ചോദിക്കാമായിരുന്നില്ലേ?" "അതല്ലായിരുന്നോ കുറച്ചും കൂടി സൗകര്യം?" തീർത്തയുടെ വാക്കുകളിൽ പരിഹാസം ചുവച്ചു. അതിനു മറുപടി പറയാതെ പാർവതി ഒരു നിമിഷം അവളെ നോക്കി. പിന്നെ വേഗത്തിൽ തന്നെ നോട്ടം തെറ്റിച്ചു. അവർ മനസ്സിൽ തന്നെ ഇപ്പോൾ പ്രാകുന്നുണ്ടാകുമെന്ന് നേർത്ത പുഞ്ചിരിയോടെ തീർത്ത ഓർത്തു. "എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വേഗം പറഞ്ഞിരുന്നുവെങ്കിൽ നന്നായിരുന്നു." പ്രത്യേകിച്ച് ഒരു തിരക്കുകളും ഇല്ലെങ്കിൽ കൂടി അവൾ അക്ഷമ പ്രകടിപ്പിച്ചു. "നീ കാരണം ആർദ്രയുടെയും മാധവിൻ്റെയും ജീവിതം തകരരുത്." അവൾക്ക് മുഖം കൊടുക്കാതെയാണ് പാർവതി അത്രയും പറഞ്ഞത്. "ഞാൻ കാരണം ആരുടെയും ജീവിതം നശിച്ചിട്ടില്ല. നിങ്ങളൊക്കെ കാരണം എൻ്റെ ജീവിതമാണ് നശിച്ചത്. ഇനിയിപ്പോൾ നിങ്ങൾ ആരതിയെടുത്ത് ആനയിച്ചാൽ പോലും ആ വീട്ടിലേക്ക് ഞാനില്ല." ദേഷ്യത്താൽ അവളുടെ ഉടൽ വിറച്ചു. പാർവതി മുഖം ചുളിച്ചുകൊണ്ട് അവളെ നോക്കി. "വന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പോകാം." ഇരു കൈകളും മാറിൽ പിണച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് നോക്കി. പിന്നെ പാർവതി അവിടെ ഇരുന്നില്ല. വെറുപ്പോടെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അപമാനഭാരത്തിൽ താഴ്ന്ന ശിരസോടെ അവർ എഴുന്നേറ്റ് തിരിഞ്ഞു നടന്നു. അവർ പോകുന്നത് നോക്കി നിൽക്കെ മനസ്സിലെ പഴുത്ത മുറിവുകൾ ഓരോന്നായി പാടുകൾ പോലും അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോകുന്നത് തീർത്തെ അറിഞ്ഞു. നാളുകൾക്ക് ശേഷം മനസ്സ് തുറന്നവൾ പുഞ്ചിരിച്ചു. "ആരാ ഓപ്പെ വന്നേ?" അകത്തു നിന്നും ഇറങ്ങി വന്ന ശിവ ചോദിച്ചു. "അത് മോൾ അറിയാത്ത ഒരാളാണ്." ശിവുവിൻ്റെ മുഖത്തേക്ക് വീണുകിടന്ന മുടിയിഴകൾ ഒതുക്കി വെച്ച് കൊടുത്തുകൊണ്ട് അവൾ പറഞ്ഞു. "എനിക്കറിയാലോ, മാധവേട്ടൻ്റെ അമ്മയല്ലേ?" ശിവു അവളെ നോക്കി കണ്ണിറുക്കി. "എന്നിട്ടാണോ ആരാന്ന് ചോദിച്ചത്?" തീർത്ത അവളുടെ കവളിൽ മെല്ലെ നുള്ളി. "അത് ഞാൻ ചുമ്മാ ചോദിച്ചതാ. ആ അമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ടാ ഞാൻ വരാതിരുന്നത്." ശിവുവിൻ്റെ വാക്കുകളിലും നീരസം. പോയിരുന്ന് പഠിക്കാൻ നോക്ക്.
നാളെ മാത്സ് എക്സാം ഉള്ളതല്ലേ? തീർത്ത ശിവുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. പാർവതി ചെല്ലുമ്പോൾ കൂട്ടിലിട്ട വെരുകിനെ പോലെ ആർദ്ര മുറ്റത്തുകൂടി നടക്കുകയാണ്. കാറിൽ നിന്നും പാർവതി ഇറങ്ങിയപ്പോഴേക്കും ആർദ്ര അവർക്കരികിലെത്തി. എന്താ ആൻറ്റി, അവളെ കണ്ടോ? ടെൻഷൻ കൊണ്ട് അവളുടെ മുഖം ചുവന്നിരുന്നു. നമ്മൾ അവളുടെ അടുത്തേക്ക് ചെന്നതുകൊണ്ട് അവൾക്ക് ഭയങ്കര അഹങ്കാരം. പിന്നെ ആവശ്യം നമ്മുടേതായതുകൊണ്ട് ഞാൻ സഹിച്ചു. അല്ലായിരുന്നുവെങ്കിൽ അടിച്ചവളുടെ മുഖം തിരിച്ചേനെ. പാർവതി അമർഷത്തിൽ പുലമ്പി. അതൊക്കെ വിട ആൻറ്റി, അവൾ എന്താ മാധവേട്ടനോട് പറഞ്ഞതെന്ന് പറഞ്ഞോ? അവൾ അക്ഷമയോടെ ചോദിച്ചു. അതൊന്നും പറഞ്ഞില്ല മോളെ. പക്ഷേ ഒരിക്കലും മാധവൻ്റെ ഭാര്യയായി ഈ വീട്ടിലേക്ക് വരില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കതുപോരെ? പൂമുഖത്ത് കയറിക്കൊണ്ട് അവൾ ആശ്വാസത്തോടെ പറഞ്ഞു. ആൻറ്റിക്ക് കുറച്ചുപോലും വിവരമില്ലേ? ആർദ്ര പല്ല് ഞെരിച്ചു. എന്താ മോളെ? പാർവതി മനസ്സിലാവാത്ത പോലെ അവളെ നോക്കി. ഇങ്ങോട്ട് വരില്ലെന്നല്ലേ പറഞ്ഞത്? മാധവേട്ടനെ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അവർക്ക് രണ്ടാൾക്കും കൂടെ വേറെ എവിടെയെങ്കിലും താമസിക്കാമല്ലോ. ആർദ്രയുടെ മുഖം ഇരുണ്ടു. ഏയ്, അവളിനി മാധവൻ്റെ കൂടെ ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർദ്ര പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് തോന്നിയെങ്കിലും സ്വയം സമാധാനിപ്പിക്കാനും അവളെ സമാധാനിപ്പിക്കാനും അവർ പറഞ്ഞു. അതൊക്കെ ആൻറ്റിയുടെ വെറും തോന്നലാണ്. മാധവേട്ടനൊപ്പം ഇവിടേക്ക് വരില്ല എന്നല്ലേ അവൾ പറഞ്ഞുള്ളൂ. വേറെ എവിടെയൊക്കെ സ്ഥലങ്ങളുണ്ട് അവർക്ക് ഒരുമിച്ച് താമസിക്കാനായിട്ട്. ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. എനിക്ക് മാധവേട്ടനെ നഷ്ടപ്പെടുമെന്നൊരു സാഹചര്യം വന്നാൽ എന്തായാലും മാധവേട്ടനെയും കൊല്ലും, ഞാനും ചാവും. അങ്ങനെ മറ്റൊരുത്തിക്കൊപ്പം ആരും സുഖമായി ജീവിക്കണ്ട. അതും പറഞ്ഞുകൊണ്ട് അമർത്തിച്ചവിട്ടി അവൾ അകത്തേക്ക് കയറിപ്പോയി. പാർവതി പകച്ചു നിൽക്കുകയാണ്. തൻ്റെ മകനെ കൊല്ലുമെന്ന കാര്യമാണ് അവൾ പറഞ്ഞത്. എന്നിട്ടും എന്തുകൊണ്ട് തനിക്ക് പ്രതികരിക്കാനായില്ല? അവർക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. മരുമകളുടെ യഥാർത്ഥ മുഖം പുറത്തേക്ക് വരുന്നത് കണ്ടില്ലേ ചേച്ചി? ഇവരുടെ സംസാരം കേട്ട് ഹാളിൽ നിൽക്കുകയായിരുന്ന ജാനകി പുറത്തേക്ക് വന്നു. പാർവതി അവളെ രൂക്ഷമായി നോക്കി. എന്നെ നോക്കി പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. എപ്പോൾ മുതൽ ഞാൻ പറയുന്നതാണ് മാധവനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും അല്ലായിരുന്നല്ലോ മടി. ഇനിയിപ്പോൾ വരുന്നത് അനുഭവിച്ചോ? പുച്ഛത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് ജാനകിയും തിരിഞ്ഞു നടന്നു. പാർവതി തളർച്ചയോടെ പൂമുഖത്തെ കസേരയിൽ ഒന്നിരുന്നു. അവർക്ക് തൻ്റെ ശരീരം തളരുന്നത് പോലെയും ഹൃദയം വിറയ്ക്കുന്നത് പോലെയും തോന്നി. ഇരുതിയിൽ നിന്നും വരചട്ടിയിലേക്ക് വീണ അവസ്ഥ. ചവിട്ടുതുള്ളി ആർദ്ര റൂമിലേക്ക് ചെല്ലുമ്പോൾ മാധവ് എവിടെയോ പോകാനായി റെഡിയാകുകയാണ്. അതും കൂടി കണ്ടപ്പോൾ അവളുടെ ദേഷ്യം ഇരട്ടിച്ചു. എവിടേക്കാ? ശബ്ദം കനപ്പിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ഒരു ഫ്രണ്ടിനെ കാണാനുണ്ട്. മനഃപൂർവ്വം അവളെ ദേഷ്യപ്പെടുത്താനായി മാധവ് പറഞ്ഞു. ഏത് ഫ്രണ്ട്? ഇന്നലെ കണ്ട ഫ്രണ്ടിനെയാണോ? അവളുടെ പല്ലുകൾ ഞെരിയുന്നത് കണ്ണാടിയിലൂടെ അവൻ കാണുന്നുണ്ട്. ഇപ്പോൾ പോകുന്നത് ആ ഫ്രണ്ടിനെ കാണാനല്ല, വേറൊരു ഫ്രണ്ടിനെ കാണാനാണ്. ചിലപ്പോൾ ഇന്നലെ കണ്ട ഫ്രണ്ടിനെയും കാണും. എന്തേ? ഒന്നും അറിയാത്ത മട്ടിൽ തിരിഞ്ഞ് അവളെ നോക്കിക്കൊണ്ട് അവൻ പുരികമുയർത്തി. മാധവേട്ട, ഇത് ശരിയല്ല. ബാക്കി പറയാൻ വന്നതെന്തോ വിഴുങ്ങിക്കൊണ്ട് അവൾ അസ്വസ്ഥതയോടെ ബെഡിലേക്കിരുന്നു. എന്ത് ശരിയല്ലെന്ന്? ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നതോ? അവൻ നെറ്റി ചുളിച്ചു. അതല്ല, തീർത്തയെ കാണുന്നത്. നമുക്ക് പരിചയമുള്ള ആരെങ്കിലും കണ്ടാൽ എന്താ വിചാരിക്കുക? അവന് മുഖം കൊടുക്കാതെ വിഷമം ഭാവിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. ആളുകൾ എന്തെങ്കിലും പറയട്ടെ, അതിന് നമുക്കെന്താ? എന്തായാലും ഇത്ര നേരം എനിക്ക് തീർത്തയെ കാണാൻ പോകണമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എന്തായാലും ഞാൻ തീർത്തയെ മീറ്റ് ചെയ്യും. ആളുകൾക്ക് വിചാരിക്കാൻ ഞാനായിട്ട് എന്തെങ്കിലും കൊടുക്കണ്ടേ? അതും പറഞ്ഞുകൊണ്ട് മൂളിപ്പാട്ടോടെ അവൻ ഇഷ്ടപ്പെട്ട പെർഫ്യൂം ദേഹത്ത് പൂശി. ശരി, പോയിട്ട് വരാം. നേർത്ത ചിരിയോടെ ബെഡിൽ വെന്തു നേറിയിരിക്കുന്ന ആർദ്രയോട് യാത്ര പറഞ്ഞുകൊണ്ട് അവൻ റൂമിൽ നിന്നും ഇറങ്ങി. ആർദ്ര ദേഷ്യമടക്കാനാവാതെ ബെഡിൽ മുഷ്ടി ചുരുട്ടി ആഞ്ഞടിച്ചു. നിങ്ങളെ എനിക്ക് നഷ്ടപ്പെട്ട കൊല്ലും ഞാൻ എല്ലാത്തിനെയും. അവൾ വെറുപ്പോടെ പുലമ്പി. മാധവേ, എവിടേക്കാ നീ? മാധവ് പുറത്തേക്ക് ചെല്ലുമ്പോൾ പൂമുഖത്ത് തന്നെ പാർവതിയുണ്ട്. പുറത്തു പോകണം, അവൻ പറഞ്ഞു. അതെവിടേക്കാണെന്നാണ് ചോദിച്ചത്. പാർവതിയുടെ ശബ്ദം മുറുക്കി. അമ്മയുടെ ആ ചോദ്യം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അമ്മയ്ക്കും ഒരു ഡോസ് കൊടുക്കാമെന്ന് കരുതി അവൻ തിരിഞ്ഞു. എൻ്റെ ഫ്രണ്ട് തീർത്തയെ കാണാൻ. എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു അവൾ വിളിച്ചിരുന്നു. എന്തോ സീരിയസ് കാര്യം പറയാനുണ്ടെന്ന്. മാധവ് അത് പറയുമ്പോൾ നെറുകയിൽ ശക്തമായ ഒരു അടി കിട്ടിയതുപോലെ പാർവതി വിറച്ചുപോയി.